ഹാപ്പി വിഷു. ഹലോ ഗായ്സ്, നമ്മളിന്ന് വിഷു ആയിട്ട് അമ്പലത്തിൽ പോകാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മൾ വേറൊരു പ്ലാനും കൂടി ചെയ്തിട്ടുണ്ട്. അമ്പലത്തിൽ പോയിട്ട് സമയമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്തിട്ട് പോവുക കേട്ടോ. അപ്പോൾ അമ്മയും കുഞ്ഞിപ്പെണ്ണും മീനും എല്ലാം റെഡിയായി നമ്മൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. അബി നമ്മളെല്ലാം ഇവിടെ കാറിൽ കയറിയിട്ട് പോവുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ കൊടുമുട്ടിൽ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ചെന്ന് തൊഴുത് ഇറങ്ങി കേട്ടോ. അപ്പം അകത്ത് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ മീനും വണ്ടിയിൽ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് മോതിരം വാങ്ങിച്ചിട്ട് നമുക്ക് നാളനുസരിച്ച് കിട്ടുന്ന മോതിരം. അപ്പോൾ എനിക്കും മീനിനും ഒരേ കളർ, മകീരും അനിലും കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഇനി നേരെ നമ്മൾ പൊന്മുടിയിലോട്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ഇളമ്പറക്കോട്ട് നമ്മൾ ഇളമ്പറക്കോട്ട് അമ്പലത്തിൽ കയറി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാ ഞാൻ ഒരു വട്ടം വന്നിട്ടുണ്ട്, അമ്മയൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. മീനിവിടെ കുറേ വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട്. നമ്മളിവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇനി നമ്മൾ ഇവിടെ അമ്പലത്തിൽ കയറിയിട്ട് പൊന്മുടിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ലൊരു അമ്പലമായിട്ട് ഇവിടെ മയിലൊക്കെ ഉണ്ട്. ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയൊക്കെ ഇരിക്കുന്ന, ഫോറസ്റ്റ് അല്ല എന്നാൽ ഇവിടെ മയിലുകളൊക്കെ എപ്പോഴും കാണും. അപ്പം അങ്ങാണ് അമ്പലം. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ നടന്നു പോകണം. അപ്പം നമ്മൾ ഇനി അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ചടയമംഗലമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു പഴങ്ങഞ്ഞിക്കട ഉണ്ട്. അപ്പോൾ പഴങ്ങഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ കുക്കു ഇങ്ങോട്ട് വെക്കണം. അവന് നാണവാ ക്യാമറ മുമ്പിൽ വരെ. അപ്പം ഇവിടെ ഇതിന് മുമ്പേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മളെല്ലാവരും പഴങ്കഞ്ഞി ഓർഡർ ചെയ്ത് കേട്ടോ. ഇവിടെ മീൻ വറുത്തത്, ചമ്മന്തി, അച്ചാറ്, പഴങ്കഞ്ഞിയാണ് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ കൂടി കഴിക്കാൻ പോകണേ. അങ്ങനെ നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് തിരിച്ച് കാറിൽ അബി ഹായ് കൊടുക്കടാ. ഇനി നമ്മൾ തിരിച്ച് കാറിലോട്ട് പോവാം കേട്ടോ. ഇനി നമ്മൾ നേരെ പൊന്മുടിയാണ്. ഇനിയിപ്പോൾ വേറെ എവിടെ നമ്മൾ ഇറങ്ങത്തില്ലായിരിക്കും. ഇനിയിപ്പോൾ നേരെ പൊന്മുടിയിലോട്ടാണ്. അപ്പോൾ എല്ലാവരും മുമ്പേ നടന്ന് പോകുന്നുണ്ട്. നമ്മൾ പൊക്കോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണുങ്ങൾ വിശാലമായിട്ട് നല്ല ഉറക്കമാണ്. അബി ഉറങ്ങിയിട്ടില്ല. അബി നമ്മളെവിടാ പോന്നേ? കോട്ടയത്തോ? പൊന്മുടി. അപ്പം നമ്മൾ പൊന്മുടിയിലോട്ട് പൊക്കോണ്ടിരിക്കും കേട്ടോ. ഇനി കുറേ ദൂരമുണ്ട്. കുഞ്ഞിപ്പെണ്ണകൾ വിശാലമായ ചെറിയൊരു ഫോറസ്റ്റ് പോലൊക്കെ ഉണ്ട് കാണാൻ വേണ്ടി. ഇവിടെ കയറിയപ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് തണുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും ഇങ്ങോട്ട് വന്നതിൻ്റെ അത്രയും ചൂടൊന്നും ഇവിടെ ഇല്ല. ഇവിടെ കയറിയപ്പോഴത്തേക്ക് ഒരു ചെറിയ തണുപ്പൊക്കെ. ചൂടില്ലേ? കുഞ്ഞി അതുകൊണ്ട് നല്ല ഉറക്കമാണ്. ആൾക്കാർ വിശാലമായിട്ട് കിടക്കുക. സുമതി വളവാണോ? ആ സ്ഥലമാണോ ഇത്? ആണെന്ന് തോന്നുന്നല്ലേ. സുമതി വളവ്. ആ വളവിൽ കൂടെ നമ്മൾ എത്താറായില്ല. കുറച്ച് ഫ്രണ്ടിലോട്ട് എവിടെയാണ് സുമതി വളവ്. അതാണ്. അപ്പൊ ഇനിയും നമുക്ക് കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അങ്ങ് ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ പൊന്മുടി എത്തുന്നതിന് മുമ്പേ വണ്ടി നിർത്തി സൈഡിൽ നിർത്തി വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ യാത്ര ചെയ്ത് കുറേ നല്ല ദൂരം ഉണ്ടല്ലോ നമ്മളവിടെ നിന്ന്. അപ്പോൾ നമ്മൾ ഇറങ്ങി സോഡാ നാരങ്ങ വെള്ളം കേട്ടോ കുടിച്ചേ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ പോയി. അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ കയറ്റം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതും കൂടി നല്ല ചുറ്റുമാനം. നമ്മളിങ്ങനെ കയറ്റം കയറി ഇനി കുറേ ഉണ്ട് കേട്ടോ. 24 വളവുണ്ട്. ഇപ്പം 4-5 കണ്ടായതേ ഉള്ളൂ.
കയറ്റം കയറി അങ്ങ് പോകുമ്പോൾ വലിയ മഞ്ഞൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇപ്പം സീസൺ അല്ലല്ലോ. പിന്നെ എന്തായാലും നമുക്ക് മേലെ എന്നിട്ട് കാണാം. ഈ വളവൊക്കെ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ മേലോട്ട് എത്തും തോറും നല്ല വ്യൂ ആട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെല്ലുന്ന സമയത്ത് കുറച്ച് മഞ്ഞേ ഉള്ളായിരുന്നു. അപ്പം അങ്ങ് ദൂരെയൊക്കെ മലയിലൊക്കെ മഞ്ഞുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെന്ന സ്പോട്ടിൽ മഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പക്ഷേ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഉള്ള വ്യൂ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ 24 വളവാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിങ്ങനെ കഴിയും തോറും ഓരോ സ്ഥലമല്ല ഓരോ വളവുകളൊക്കെ ഇങ്ങനെ കഴിയും തോറും നല്ല രസമാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മേളിലോട്ട് എത്തുന്ന പറയുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ പേടിയാവും കേട്ടോ. നല്ല കുഴിയാണ്. താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് താഴ്ഭാഗം കാണാനേ പറ്റത്തില്ല. നല്ല കുഴിയാണ്. അപ്പം വണ്ടിയൊക്കെ പോകുമ്പോഴാണ് നല്ല ശ്രദ്ധിച്ചൊക്കെ പോകണം കേട്ടോ. എപ്പോഴും നല്ല തിരക്ക്. ഇപ്പം വെക്കേഷനായിട്ട് നല്ല ആളുണ്ടായിരുന്നു. അപ്പം ഫുള്ള് വളവല്ലേ. അപ്പം നമ്മൾ വണ്ടിയൊക്കെ നല്ല ശ്രദ്ധിച്ച് ഓട്ടിച്ചില്ലെങ്കിൽ ഇടിക്കാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാട്ടോ അവിടെ. നമ്മൾക്ക് വരുന്നതിന് മുന്നേ ആക്സിഡൻറ്റ് നടന്ന കുഴിയിൽ പോയി ആളെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എപ്പോഴും ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിച്ച് കയറി പോകണം കേട്ടോ. ഭയങ്കര തിരക്ക്. ഈ ബൈക്കുകാരൊക്കെ ആണെങ്കിൽ ഒരു നോട്ടമില്ല, നല്ല സ്പീഡിലാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോവാൻ. അങ്ങനെ നമ്മൾ പൊന്മുടി എത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് അവധിയായതുകൊണ്ട് മഞ്ഞൊന്നുമില്ല. നല്ല വെയിൽ. ഇഷ്ടം പോലെ ആൾക്കാരാട്ടോ. നമ്മൾ ഈ മലയുടെ വണ്ടി കയറാൻ പോകട്ടോ. അബി നമ്മളിങ്ങനെ പാറയുടെ മണ്ടയിലോട്ട് കയറി പോകട്ടെ. കുറച്ച് ഭാഗമായിട്ടേ ഉള്ളൂ. ഇപ്പോഴേ നല്ല ടയേർഡായി. കുഞ്ഞു പിള്ളേർ അവരുണ്ടൊരു എടുത്തു കേട്ടോ. നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടന്നു പോകുന്നത്. നടക്കാൻ പറ്റുന്നില്ല കേട്ടോ. നല്ല പാടുണ്ട് ഇവിടെ കയറാൻ. എൻ്റെ അമ്മേ വെളിക്കറി നല്ല വ്യൂ. അയ്യോ അയ്യോ പിന്നെ ഭയങ്കരമായിട്ട് കാലമായി. അപ്പം നമുക്ക് മേളിൽ കയറാം. മേളിൽ എത്തി നമ്മൾ. അയ്യോ താങ്ക് യു ബേബി. ശരിപ്പെടല്ലേ. സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ടോപ്പിലെത്തി. അങ്ങോട്ടൊക്കെ ഫുള്ള് മഞ്ഞ് മൂടി കിടക്കും. പിടിച്ച കുക്കുമാൻ്റെ കൈ പിടിച്ചേട്ടോ. കുഞ്ഞിപ്പെണ്ണും അങ്ങനെ പൊന്മുടി വന്നു. കുഞ്ഞിപ്പെണ്ണിൻ്റെ ആദ്യത്തെ രണ്ടാമത്തെ അവിടെ രണ്ടാമത്തെ കേട്ടോ. അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഒരു രക്ഷയില്ലാത്ത വെയിൽ. ഈ സീസണിലൊന്നും വരാൻ പറ്റത്തില്ല. പൊന്മുടിയിൽ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് പാടായിരുന്നു. മുകളിലൊക്കെ പോയിട്ട് ഭയങ്കര വെയിൽ ആണ്. നമ്മൾ തിരിച്ച് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോകും. കുറച്ച് നേരം ഇരുന്നോളൂ കേട്ടോ. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ മഞ്ഞ് ഇറങ്ങും. പക്ഷെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുമ്പം ഒത്തിരി താമസിക്കുന്നതുകൊണ്ട് അനന്തൂന് പോയാൽ വേണം കേട്ടോ തിരിച്ച്. അപ്പോൾ 8:30 ആവുന്ന ട്രെയിൻ. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ 5 മണിക്ക് ഇറങ്ങിയാൽ ഒത്തിരി താമസിക്കും. അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത മഞ്ഞായിരുന്നു കേട്ടോ. ആ ഒരു പ്രതീക്ഷയിലൊക്കെ വന്നത്. പക്ഷേ ഇത് സീസൺ സമയമല്ല. സീസൺ ജൂൺ ജൂലൈയിലാണ് സീസൺ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്നുകൂടെ വരാമെന്ന് വിചാരിച്ചു കാണാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞേ പൊട്ടിച്ചേരാം. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാം കേട്ടോ.
അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ സ്ഥിരം ഇവിടെ വരുമ്പോൾ കയറുന്നൊരു കടയാട്ടോ. ഇവിടെ നല്ല ചായയും ബ്രെഡ് ഓംപ്ലേറ്റും കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കയറുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബ്രെഡ് ഓംപ്ലേറ്റിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ എല്ലാ വട്ടം വരുമ്പോഴും ഇവിടെ കയറുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞുള്ള സമയമൊക്കെ വിളിച്ച് ചോദിക്കും. ഇപ്പോൾ നമ്മൾ വിളിച്ച് ചോദിക്കാതെ കേട്ടോ പോയത്. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് വരുമായിരുന്നു. അതുകൊണ്ട് നമുക്കവിടെ മഞ്ഞൊന്ന് കാണാൻ പറ്റാൻ കേട്ടോ. പിന്നെ നമ്മളിവിടെ നിന്ന് പൈനാപ്പിൾ ഉപ്പും മുളക് ഇട്ടതൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല വ്യൂ ആണ്, നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വട്ടം ഇവിടെ തന്നെയാണ് കേട്ടോ വരുന്നത്. പക്ഷെ ഇവിടെ തേയില ഇവിടുത്തെ തന്നെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പ്രത്യേക ടേസ്റ്റാണ് തേയിലയ്ക്ക്. അങ്ങനെ ഇവിടെ നല്ല ചൂട് ബ്രെഡ് ഓംപ്ലേറ്റും ചൂട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. മീനും അമ്മയും വന്നില്ല കേട്ടോ. അവർ രണ്ടുപേരും കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു. നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് വേറെ വീട്ടിലോട്ടാണ്. അപ്പോൾ നമ്മളിവിടുന്ന് പൈനാപ്പിൾ ഉപ്പ് മുളക് ഇട്ട് വാങ്ങിച്ചിട്ടോ. അപ്പോൾ ഇതൊക്കെ തിന്നതിന് നേരെ നമ്മൾ വീട്ടിലോട്ട് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്